ശ്രീ നാസർ കോളായി, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLA-മാരടക്കം പങ്കെടുത്ത ഒരു യോഗം, അതിൽ പരസ്യമായി KC വേണുഗോപാലിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് VS ജോയിയും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ഒക്കെ തന്നെ. തന്നോട് കാണിച്ച സ്നേഹം വളരെ വ്യക്തമായി ഹൃദയാർദ്രമായ വാക്കുകളോടെയാണ് VS ജോയി പ്രകടിപ്പിക്കുന്നത്. അത് ശരിക്കും VD സതീശനുള്ള മുന്നറിയിപ്പാണ്, KC വേണുഗോപാൽ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. അങ്ങനെ കാണാമോ? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോരാട്ടമാണ്. ഇതില് കേരളത്തിലെ MLA-മാരിൽ 95% KC വേണുഗോപാലിന്റെ കൂടെ. KC വേണുഗോപാല് മുഖ്യമന്ത്രിയാവുമെന്നുള്ള രൂപത്തിലാണ് വന്നത്. പക്ഷെ അവസാനം നമ്മള് പല ലഹളകളും കേട്ട കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ലഹള കേട്ടത്. ആ ലഹളയുടെ അവസാനത്തിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. ഇപ്പോ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ പ്രസംഗിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിലെ ഒരാളായ AP അനിൽകുമാർ. AP അനിൽകുമാർ ഓർക്കുന്നുണ്ടാവും ഷമ്മി, തെരഞ്ഞെടുപ്പിന്റെ MLA-മാരുടെ ഈ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്ത് KC വേണുഗോപാലിന് വേണ്ടി മുസ്ലിം സ്വാധീനം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടി അന്ന് പാണക്കാട്ടേക്ക് AP അനിൽകുമാർ വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ കഠിനമായ പരിശ്രമം VD സതീശന് വേണ്ടി നടത്തിയ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ, അവരെല്ലാവരും ഇപ്പോഴും മാനസികമായി നമ്മൾ മനസ്സിലാക്കുന്നത് KC വേണുഗോപാലിന്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇവരെല്ലാം വലിയ വാശിയിൽ പിടിച്ചു പറഞ്ഞതാണല്ലോ പുതിയ മുഖ്യമന്ത്രിയുടെ ആവേശമൊക്കെ. അപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഒരു സ്വീകരണം നൽകുമോ, കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോഴല്ല, കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഒരു സ്വീകരണം നടക്കുമ്പോൾ ആ MLA-മാരുടെ പൊക്കിയിട്ടാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അല്ലെങ്കിലും അങ്ങനെയല്ല VD സതീശൻ ആയിട്ടുള്ളത്, അല്ല എന്നുള്ളതെങ്കിലും MLA-മാരാൽ നയിക്കപ്പെടുന്ന വരുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചിത്രം സ്വാഭാവികമായി അതിൽ വരണം. പക്ഷെ അവരിപ്പോഴും കൂറ് കാണിക്കുന്നത് KC-യോടാണ്. കാരണം AICC-യുടെ രാഷ്ട്രീയകാര്യ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് AICC-യുടെ അടുത്ത് സ്വാധീനമുള്ളത് KC-ക്കാണ് എന്നിവർക്കറിയാം. ആര്യാടന്റെ ഷൗക്കത്തിന്റെ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പിലടക്കം, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലടക്കം എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണക്കാരൻ KC-യാണ്. അത് തന്നെയാണ് എല്ലാ MLA-മാരും KC-യോടൊപ്പം നിൽക്കുന്നത്. കാരണം AICC സ്വാധീനം ചെലുത്തി ഈ പറയുന്ന ആളുകൾക്കൊക്കെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുള്ളത് KC വേണുഗോപാലാണ്. മാത്രമല്ല AICC-യുടെ വിതരണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പല കണക്കുകളും. ആ കണക്കൊക്കെ പ്രകാരം തനിക്ക് വേണ്ടി സജീവമായി തനിക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള ആളുകൾക്ക് വേണ്ടി KC വേണുഗോപാലിന് AICC-യുടെ ഫണ്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിലെ പോലെ ഈ കളിയിൽ നമ്മളില്ല, നമ്മള് ഇരുന്ന് കാണുകയാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ മുരളീധരന്റെ സംസാരത്തിനിടയിൽ പറയുന്നത് പൊന്നാനി MLA പറഞ്ഞല്ലോ എന്നൊക്കെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഡൽഹിയിലടക്കം പൊന്നാനി MLA നൌഷാദ് അലി മാത്രമായിരുന്നു KC വേണുഗോപാലിനൊപ്പം ഉണ്ടായിരുന്നത്. അത് നമ്മള് ഈ ദുരന്തമുണ്ടായപ്പോ, വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു പോകുമ്പോൾ കൂടെയുള്ളത് ഈ നൌഷാദ് അലിയാണ്. ആ കോക്കസ് കളി ഇപ്പോഴും ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ചക്രാത്തി പോരാട്ടം. ഇത് KC-ക്ക് AICC-ന് ആ പദവിയിൽ ഇരിക്കുമ്പോഴും കാലം ഈ MLA-മാർ അവരുടെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം, പഴയകാല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത് കരുണാകരനായിരുന്നു ആ സ്വാധീനം. ആന്റണിക്ക് അത്ര സ്വാധീനമില്ലായിരുന്നു. പിന്നീട് കരുണാകരന് ആ ബന്ധം വിട്ടു. പിന്നീട് ആ ബന്ധം ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലക്കായിരുന്നു. അപ്പൊ കുറെ ആളുകൾ രമേശ് ചെന്നിത്തലയുടെ കൂടെയുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയെക്കാളൊക്കെ കൂടുതൽ AICC-യിൽ സ്വാധീനമുള്ളത് KC വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഇവരുടെ രാഷ്ട്രീയ നെറികേട് ആരെക്കുറിച്ചും ഒരക്ഷരം നമുക്ക് പറയാനില്ല. നല്ല കാര്യങ്ങൾ, ഇവര് BJP-യുമായിട്ടുള്ള ഇവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ. പക്ഷേ VD സതീശനെ എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ ഒക്കെ ഇവര് നോക്കുന്നുണ്ട്. ഇപ്പോ വന്ദേ മാതരം അടക്കമുള്ള വിഷയങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇവരുടെ നിലപാടുകൾ എന്താണ്? ഇപ്പൊ കേരളത്തിൽ വന്ദേ മാതരം ചൊല്ലിയില്ല, എന്നാൽ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ചൊല്ലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാലിന്റെ നിലപാട് RSSനും BJP-ക്കും അനുകൂലമല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം
AICCയുടെ അരമന രഹസ്യങ്ങളുടെ കലവറ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് KCയെ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം AICCയുടെ അടുത്തുണ്ടാവില്ല. ഇപ്പൊ AICCയിൽ സ്വാധീനം ഉള്ളിടത്തോളം കാലം ഈ MLA മാര് KCയുടെ കൂടെ നിൽക്കും. കാരണം ഒരു കാര്യം ഉറപ്പാണ്, VD സതീശന് അധിക കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിയില്ല. അത് നന്നായി ബോധ്യമുള്ള ആളും VD സതീശൻ തന്നെയാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളിൽ എവിടുന്നെല്ലാം അടിച്ചു മാറ്റാൻ പറ്റുമോ അതെല്ലാം അടിച്ചു മാറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഭരണവുമായി അതേ മുന്നോട്ട് പോകുന്നത്. ഇത് ആന്റണിയുടെ കാലത്ത്, കരുണാകരന്റെ കാലത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ്. MLA മാര് മാത്രമല്ലല്ലോ, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എവിടെയായിരുന്നു, ഏത് പക്ഷത്തായിരുന്നു? അദ്ദേഹം KC വേണുഗോപാലിന്റെ പക്ഷത്തായിരുന്നല്ലോ. ആരാണ് VD സതീശന്റെ കൂടെയുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാത്ത അജ്ഞാതരായ ആരൊക്കെയോ ഏതൊക്കെയോ ശക്തികൾ. നമുക്കറിയാം, മംഗലാപുരത്ത് പോയി നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ ആളുകളെ കണ്ടത്, അവരുടെ ഈ അദാനി ഗ്രൂപ്പിന്റെ ഷെയർ വിറ്റത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിന്റെ പിന്നിലുള്ളത് MLA മാരല്ല. MLA മാരുടെ ഭൂരിപക്ഷ പ്രകാരമാണ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ഞാൻ സംശയിക്കുന്നു, നേരത്തെ ഉമ്മൻചാണ്ടിക്കായിരുന്നു MLA മാരുടെ പിന്തുണ. ആ പിന്തുണ ഉണ്ടായിട്ടും അത് തട്ടിമാറ്റി പ്രതിപക്ഷ നേതാവായ ഒരാൾ കൂടിയായിരിക്കണം VD സതീശൻ. അതുകൊണ്ട് കോൺഗ്രസിലും ചില കാര്യങ്ങൾ കാലം കണക്ക് പറയിപ്പിക്കുന്നതായി അങ്ങനെയും വരാം. സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊതുവേദിയിൽ പരസ്യമായി അപമാനിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്ത ആൾ കൂടിയാണ് VD സതീശൻ. ഏതായാലും VD സതീശൻ പൂർണ്ണമായി RSSന് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികകാലം മുഖ്യമന്ത്രിയായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ പരമാവധി ഉപയോഗിച്ച് തന്റെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലാക്കാണ് പോകുന്നത്. ഇപ്പൊ മുരളീധരൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഈ വന്ദേമാതരത്തിന്റെ കാര്യത്തിലടക്കം മുരളീധരൻ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം VD സതീശന്റെ കൂടെയുള്ളത്. നമുക്ക് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാലറിയിൽ ഇരുന്ന് കളി കാണാം. ഈ ചക്രാത്തി പോരാട്ടം എവിടെ വരെ എത്തും എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല.